Dear students, today we will learn about business incubators. Business incubators are the organizations geared towards speeding up the growth and success of startups and early stage companies. Their prime aim is to assist in creating and developing young entrepreneurs by offering them with required support and financial and technical services. It usually provides affordable space, shared offices and services, hand-on management training, marketing support, and often access to some form of financing. Business incubators differ from research and technology park in their dedication to startup and early stage companies. So business incubators എന്ന് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ടേം ആയിരിക്കത്തില്ല. ബിസിനസ്സിൽ താല്പര്യമുള്ളവർ പലരും ഈ ഒരു ടേം എന്താണെന്ന് നിങ്ങൾ ഒന്ന് ഗോ ത്രൂ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പ്, ഒരു പുതിയ ഐഡിയ ഫോം ചെയ്ത് വരാൻ നേരത്ത് അതിനു വേണ്ടി നമ്മൾ കുറെ റിസോഴ്സസ് കണ്ടുപിടിക്കണം, അതിനെ മുഴുവൻ ടാക്കിൾ ചെയ്യണം, കുറെ എക്സ്പേർട്ട് ഐഡിയാസ് വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു 1 ഇയറിൽ ചെയ്യാൻ പറ്റുന്നത് ഒരു 3 to 4 months ചെയ്ത് തീർക്കുക, പൈസ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുക, ഇങ്ങനത്തെ കുറെ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന് ആളെ കിട്ടുക, ഇതൊക്കെ ഒരു ബിസിനസ്സിന് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം, ഒരു സ്ഥാപനം, ഇതിനെയാണ് നമ്മൾ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ യൂണിവേഴ്സിറ്റീസിൽ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്, ടെക്നോളജി എഞ്ചിനീയറിംഗ് കോളേജിൽ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്, നമ്മളുടെ MG യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഇങ്ങനെ പലയിടത്തും ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ ഐഡിയാസ് ഒക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ടെക്നിക്കൽ കം ഫിനാൻഷ്യൽ കം എക്സ്പേർട്ട് ഒപ്പീനിയൻസ്, മാർക്കറ്റിംഗ് കം എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് തരാൻ പറ്റുന്ന ഒരു സ്ഥാപനം. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഹിയർ നമ്മൾ ബിസിനസ് ഇൻക്യുബേഷനെ ഒരു ഹെൻ ഹാച്ചിങ് ആൻഡ് എഗ് എന്നുള്ള രീതിയിൽ കമ്പയർ ചെയ്തിരിക്കുക. ഒരു പാരലൽ കമ്പാരിസൺ നടക്കും. എന്ന് വെച്ചാൽ നമ്മളൊരു മുട്ട വിരിയിക്കുന്ന അവസ്ഥ, വിരിഞ്ഞു കഴിഞ്ഞാലാണ് അതിനെ ബിസിനസ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്ന ആ ഒരു അവസ്ഥയ്ക്ക് മുമ്പ് ഒരു ഹെൻ എന്തൊക്കെ ചെയ്യുന്നു അതിനെ നമ്മൾ ഈ സ്റ്റാർട്ടപ്പിനെ നമ്മൾ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ ഒരു ടേബിളായി ഇപ്പൊ ഈ തന്നിരിക്കുന്നത്. ഹെൻ ബിൽഡ് എ നെസ്റ്റ്. ആദ്യം നമ്മൾ അതിനൊരു ഹെൻ ആണെങ്കിൽ ഏത് പക്ഷിയാണ് അതിനൊരു കൂടൊരുക്കും. കോൺടെംപ്ലേറ്റ് സ്റ്റാർട്ടിങ് എ വെഞ്ചർ. നമ്മൾ അതിന്റെ ഒരു ടെംപ്ലേറ്റ്, ഒരു ബേസിക് സ്ട്രക്ചർ, നമ്മളുടെ ഒരു വെഞ്ചർ ഉണ്ടാക്കാനുള്ള ഐഡിയ തന്നെ നമ്മളുടെ തലയിൽ വരും. ഓക്കെ, അവർ നമ്മൾ അതിന്റെ ഒരു ബേസ് ഉണ്ടാക്കും. ലേസ് എ ക്ലച്ച് ഓഫ് എഗ്സ്. അതിന്റെ അകത്ത് മുട്ട ഇടാന്ന്. ഹെൻ മുട്ട ഇടുന്നതിന് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. കളക്ട് ഓൾ റിസോഴ്സസ് ആൻഡ് ഫോർമലൈസ് ദ വെഞ്ചർ. എല്ലാ റിസോഴ്സസിനെയും കളക്ട് ചെയ്യുന്നു. ഈ വെഞ്ചറിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് categorize ചെയ്യുന്നു. For third step becomes broody, that is concentrate on entrepreneurial activities. നമ്മൾ കൂടുതലും അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. Fourth one, loses some weight. അത് ഡ്രെയിനിന്റെ ഒരു ആക്ടിവിറ്റി ആണ്. ഇവിടെ അതിന് എന്തായിട്ട് കമ്പയർ ചെയ്യുന്നത്. Does not get unnerved by initial teething troubles but worries. നമുക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, ട്രബിൾസ് ഉണ്ടാകും, ബട്ട് നമ്മൾ അതിന്റെ ടെൻഷൻ വിടാതെ we have some worries but we don't need to lose our coolness. Next is moves the egg frequently. നമ്മൾ become vigorous with the business activity and keeps a close tab. We just look very closely to the business activity. Next, sixth step is provides heat. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുകയാണ് അല്ലെ. That is pours all the necessary resources that may be required. Keeps മോയിസ്റ്റ്. അതിന്റെ ഈ ഒരു ചെടി വളർത്തുന്ന പോലെയാ, നമുക്ക് ആവശ്യമുള്ള അതിന് വെള്ളം കൊടുക്കണം, അതുപോലെ മോയിസ്റ്റ് ആയിട്ട് വെക്കാം. എൻഷുർ ദാറ്റ് ദർ ഇസ് നോ സ്കാർസിറ്റി ഓഫ് എനി റിസോഴ്സ് അറ്റ് ദ ബിഗിനിങ്. ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ അതിന് ആവശ്യമുള്ള റിസോഴ്സസ് ഹ്യൂമൻ റിസോഴ്സ് ആയിരിക്കാം, റോ മെറ്റീരിയൽസ് ആയിരിക്കാം, ഫിനാൻഷ്യൽ ആയിരിക്കാം, മാർക്കറ്റിംഗ് ആയിരിക്കാം, ഇങ്ങനത്തെ എന്താണെങ്കിലും ഇനിഷ്യൽ സ്റ്റേജിൽ അതിന് ആവശ്യമുള്ള റിസോഴ്സസ് ഒക്കെ കൊടുക്കുക. Eighth step is after 12 to 14 days leave the nest more often. Become carefree once the venture is set up and let it run without concentration on day-to-day activities. അതൊന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അതിനെ തന്നെ ഒന്ന് വിടാൻ. നമുക്ക് റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടല്ലോ, അവരുടെ ആക്ടിവിറ്റീസിൽ അതിനെ കണ്ടിന്യൂ ചെയ്യാൻ വിടും. At day 20 she moistened them again prior to hatch. വിരിഞ്ഞു പൊങ്ങി വരുന്ന മുമ്പേ just one more touch up. That is, once the venture appears to be moving smooth, just give it a final glance to ensure that all is in order as the venture is set up. എല്ലാം കറക്റ്റ് പൊസിഷനിങ് ആണ്, എല്ലാം കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്നുള്ള ചെക്കിംഗ് ആണ്. ദിസ് ആണ് ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് നമ്മൾ പറയുന്നത്. ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലല്ലേ, നമ്മള് പുറത്ത് വരാതെ ഇങ്ങനെ നമ്മൾ മൂടിക്കെട്ടിരിക്കും. നമ്മളുടെ അകത്ത് എന്താ സംഭവിക്കുന്നത്, നമ്മൾ അവസാനം നമ്മൾ ഇതെല്ലാം കൂടി
ഒരു ബിസിനസ് ആക്കി വരാൻ നേരത്ത് ആ ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഓവർ ആവുന്നത് അല്ലെ. നമ്മൾ ഈ അതുകൊണ്ട് ഈ ഹെൻ ഹാച്ചിങ് എന്നുള്ള രീതിയിലുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് അവർ കമ്പയർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ദ മീനിങ് ആൻഡ് ഡെഫിനിഷൻ. കുറച്ച് മീനിങ്സ് നോക്കാം. The National Business Incubation Association defines business incubators as a catalyst tool for either regional or national economic development. Catalyst എന്താന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. Something which is the activity, ഇല്ലേ? The next one is, according to Allen and Rahman, the universal purpose of a business incubator is to increase the chances of a firm surviving its formative years, but the business incubator also add values by maximizing firm's growth potential. എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു ഗ്രോത്ത് പീരീഡ് അല്ലെങ്കിൽ അതിന്റെ ഇൻക്യുബേറ്റിംഗ് പീരീഡിൽ നമുക്ക് അതിനെ സർവൈവ് ചെയ്യാനുള്ള ബേസിക് കാര്യങ്ങൾ കൊടുക്കുന്നത് കൂടാതെ ആ പ്രോഡക്റ്റ് പുറത്തു വരാൻ നേരത്തെ ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആയിട്ട് തന്നെ പുറത്തു വരാൻ വേണ്ടിയുള്ള ഹെൽപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫേം ആയിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയുള്ള ഹെൽപ്പ് കൊടുക്കുന്നതാണ് ഈ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ്. അടുത്തൊരാളുടെ ആസ് പെർ അലൻ, എ ബിസിനസ് ഇൻക്യുബേറ്റർ is defined as a facility that provides affordable rent to new and small firms, shared office and logistic services, and arrange business management and financial assistance. ഇതിന്റെ ബാക്കി ബിസിനസ് ആക്ടിവിറ്റീസിനൊക്കെ ഹെൽപ്പ് ചെയ്യാം. ബിസിനസ് ഇൻക്യുബേറ്റർ ഹെൽപ്പ് സ്റ്റാർട്ടപ്പ് ബൈ പ്രൊവൈഡിംഗ് ദ ക്ലയൻസ് വിത്ത് സർവീസസ് ഓൺ എ വൺ സ്റ്റോപ്പ് ഷോപ്പ് ബേസിസ് ആൻഡ് എനേബിൾ ഓവർഹെഡ്സ് to be reduced by sharing cost. Business incubator significantly improves survival and growth prospect of new startup. ഇല്ലേ, ഒരു one stop solution for all the business activity. ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ എന്തൊക്കെ ബേസിക് ആയിട്ട് ആവശ്യമുണ്ടോ അതെല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ് അത് പാതി വഴിക്ക് നിൽക്കാതിരിക്കുക, അത് കണ്ടിന്യൂ ചെയ്ത് ഒരു ഗ്രോത്ത് ഉള്ള ഒരു ഫേം ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരിക. ഇതായിരിക്കണം അതിന്റെ അറ്റ്മോസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഈ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സിനെ ഡെവലപ്പ് ചെയ്തത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഇൻക്യുബേഷൻ സർവീസസ് നോക്കാം. സിൻസ് സ്റ്റാർട്ടപ്പ് കമ്പനീസ് lack many resources, experience and network, incubators provide services which helps them get through initial hurdles in starting up a business. These hurdles include space, funding, legal, accounting, computer services and other prerequisites to running a business. ഇതിനെ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. Now the following are the most common incubator services. നമുക്ക് കുറച്ചധികം തന്നെ incubator services തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കത് എന്തൊക്കെയെന്ന് നോക്കാം. They help with business basics, provides networking activities. Networking എന്താണെന്ന് അറിയാലോ, ചുമ്മാ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അല്ല. ഒരു ബിസിനസ് നടത്തുവാണെങ്കിൽ we should have some network with experts, people in the common place. ഇങ്ങനെ കുറെ കാര്യങ്ങളെ കുറിച്ച് അറിയണം ഇല്ലേ. That is network activities. Provide marketing assistance. Incubator helps in market research. They provide high speed internet access, help with accounting, financial management. They help in providing access to bank loans, loan funds, guarantee programs, helps with presentation skills, link to higher education resources, link to strategic partners, provide angel investors or venture capitals, organize comprehensive business training programs, act as advisory board and mentors, and help in management, team identification, help with business etiquette, and they provide technology commercialization assistance. They help with regulatory compliance, provide intellectual property management. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തതായിട്ട് പ്രത്യേകിച്ച് ടേംസ് ഒന്നും ഉണ്ടാവാൻ തോന്നുന്നില്ല. വെഞ്ചർ ക്യാപിറ്റൽ ആൻഡ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്താണെന്നൊന്ന് ചെക്ക് ചെയ്തേരെ. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയൊരു ഐഡിയ തരാം. ലൈക്ക് വേറൊന്നും അല്ല, കമ്പനി തുടങ്ങും മുമ്പേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ അയാൾക്ക് ഫുള്ളി റിസ്ക് ആണ്. അതായത് കമ്പനി നന്നാവോ ചീത്താവോ എന്നുള്ള ഗ്യാരണ്ടി ഒന്നുമില്ല. പക്ഷെ ഒരു ഇൻക്യുബേഷൻ സെന്ററിൽ നല്ല നമ്മുടെ ടെക്നോ പാർക്കിലൊക്കെയുള്ള ഇൻക്യുബേഷൻ സെന്ററിൽ ഒരു ചെറിയൊരു ഗ്യാരണ്ടി എന്തായാലും കിട്ടും. ആ ഒരു ടൈപ്പ് ഓഫ് ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് അതിനെ നമ്മൾ ലൈക്ക് there is no, it's a high risk investment. പ്രോഡക്റ്റോ കമ്പനിയോ ഫോം ആയിട്ടില്ല, ബട്ട് ദേ ബേസിക്കലി ഇൻവെസ്റ്റ് ഇൻ ടു ഇറ്റ് ഇൻ ആന്റിസിപ്പേറ്റിംഗ് എ ഗുഡ് പ്രോഫിറ്റ് ഇൻ ദ ഫ്യൂച്ചർ. അതാണ് ഈ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർവീസസ് പ്രൊവൈഡഡ് ഫ്രം കോമൺ ഇൻക്യുബേറ്റിംഗ് സെന്റേഴ്സ്.
Next is 3 stages of business incubation development. First one is physical facility support. Okay, that is which he gives physical facility like layout, infrastructure, seating arrangement, അങ്ങനത്തെ കുറച്ച് office setups, അതൊക്കെ physical set അല്ലെങ്കിൽ computers, all the technological need house and all. Next is support service, that is supporting the activities. Our business നടത്തിക്കൊണ്ട് പോകാൻ what all activities are needed are supporting, and network facilities, provide network facilities to member. These are 3 stages of business incubation development. Now we will just look into what is accelerator, business accelerators and incubators. Our second para, like second stanza on ശ്രദ്ധിച്ചാൽ the term accelerators and incubators are often assumed to represent same concept. അപ്പോൾ നേരെ തിരിച്ചും മറിച്ചും ഒക്കെ ഈ രണ്ട് ടേംസിനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. So however there is a few key distinction between these two things. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളുടെ ഭാവി ഏതൊക്കെ ടൈപ്സ് ഓഫ് ഇൻക്യുബേറ്റേഴ്സിനോട്ട് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം എന്താണ് accelerators, business accelerators, എന്താണ് business incubators എന്ന് നോക്കാം. ബേസിക്കലി നമ്മൾ ഇതിനെ തിരിച്ചു മറിച്ച് ഉപയോഗിക്കുന്നു എന്നാ പറയുന്നത്, ബട്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ട്, അത് നമുക്ക് ഇതിൽ മനസ്സിലാക്കാം. ഫോർ early stage startups, accelerators and incubators offer a great way of growth in their business. There are some of the key difference between a startup accelerator and a startup incubator. Accelerators usually begins with a rigorous application process. Top accelerators are, idana accelerators examples, Techstars, Y Combinators are highly selective, accepting less than 2% of applicant into their program. ഇവരെയൊക്കെയാണ് accelerators എന്ന് പറയുന്നത്. ഓക്കെ, അവരെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു റിഗ്രസ് അവർക്ക് എത്ര നമ്മൾ കുറെ ആപ്ലിക്കേഷൻ ഇല്ല ഇടാൻ പറയും, ആ ഇടണയില്ല അവർ 2%. ചുമ്മാ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് തുടങ്ങണം, ചുമ്മാ അങ്ങ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. വി ഡു ഹാവ് ടു ഡെവലപ്പ് സം പ്രപ്പോസൽ, സ്റ്റാർട്ടപ്പ് പ്രപ്പോസൽ. ഇത് നമ്മൾ അയച്ചു കൊടുക്കും. നമ്മൾ നിങ്ങളെ മിക്കവാറും ഇതിൽ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, സ്റ്റാർട്ടപ്പ് വിളിക്കുന്നുണ്ട്, യു ക്യാൻ ഗീവ് യുവർ ഐഡിയാസ് ഓർ പ്രപ്പോസൽസ് അല്ലെ. അങ്ങനെ കൊടുക്കാത്ത ഈ ആക്സിലറേറ്റേഴ്സ് എന്ന് പറയുന്നത് only 2% പേര് മാത്രമേ അവര് അതിൽ നിന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. ഈ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഫ്ലൈഡ് എന്നാണ്, ദാറ്റ് ഈസ് ഗോയിങ് ടു ഫ്ലൈ എന്നുള്ളതാണ് ഈ ഒരു ആക്സിലറേറ്ററിന്റെ പ്രത്യേകത. ഇതിൽ ഓക്കെ, നമുക്കിനി അതിന്റെ ബാക്കി നോക്കാം എന്താണ്. Accelerators and incubators both offer entrepreneurs good opportunities early on. Founders get help to quickly grow their business, and they often better their chance of attracting top venture capital firm to invest in their startup at a later point. Still, the programs are different framework for startup success. Random attract good venture capital and help for quick growth of the business. Accelerators accelerate growth of an existing company, while incubators incubate disruptive ideas with the hope of building out a business model and company. So accelerator എന്ന് പറഞ്ഞാൽ എന്താണ്? They accelerate the growth, while incubator ആ ഒരു ഐഡിയനെ ഗ്രോ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടിയുള്ള ഹെൽപ്പാണ്. ആക്സിലറേറ്റർ എന്ന് പറഞ്ഞാൽ ഐഡിയ ഓൾറെഡി ഫുൾ ഫ്ലെഡ്ജ്ഡ് ആവുന്നവർക്ക് മാത്രം നമ്മൾ ആ ഒരു ആക്സിലറേറ്റർ വെച്ചിട്ട് അത് ടിപ്പിക്കലി വെരി ഗുഡ് എന്നുള്ള തോന്നുന്നവർക്ക് മാത്രമേ ഈ ആക്സിലറേറ്റർ കമ്പനീസ് എടുക്കത്തുള്ളൂ. ബാക്കി ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഐഡിയ കൊടുത്തു കഴിഞ്ഞാൽ ആ ഐഡിയനെ എത്രത്തോളം നന്നാക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുന്നതായിരിക്കും ഇൻക്യുബേറ്റർ ഐഡിയ എന്നാണ്. സോ ആക്സിലറേറ്റർ ഫോക്കസ് ഓൺ സ്കെയിലിംഗ് എ ബിസിനസ്, വൈൽ ഇൻക്യുബേറ്റേഴ്സ് ആർ ഓഫൻ മോർ ഫോക്കസ്ഡ് ഓൺ ഇന്നോവേഷൻ. ായിട്ടിരിക്കുന്നതിനെ നമ്മൾ ഇൻക്യുബേറ്ററിലോട്ട് വിടും. ഒരു കമ്പനി ഗ്രോ ചെയ്യാനുള്ള ഐഡിയ സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ആക്സിലറേറ്ററിലോട്ടും വിടും. വൈൽ ബോത്ത് ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് വെർ പോപ്പുലറൈസ്ഡ് ഇൻ സ്റ്റാർട്ടപ്പ് ഹബ്സ് ലൈക്ക് സിലിക്കൺ വാലി, nowadays they can be found all over the world. അവിടെ ആയിരുന്നെങ്കിലും ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. Although most people associate these programs with tech startup, most of them accept companies in wide variety of verticals. എല്ലാ നമ്മൾ വിചാരിക്കും സ്റ്റാർട്ടപ്സ് ഓൺലി ഫോർ ടെക്നിക്കൽ ആണെന്ന്, പക്ഷെ ടെക്നിക്കലിനാണ് ഇപ്പൊ നമുക്ക് ഏറ്റവും സ്കോപ്പ് കൂടുതൽ. എങ്കിലും അത് എല്ലാ രീതിയിലുള്ള കമ്പനീസിനെ നമുക്ക് എടുക്കാറുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു വാസ്തവം. നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത് ഇറ്റ്സ് ഓൺലി ഫോർ ടെക് എന്ന്. ഇവിടെ ആക്സിലറേറ്റേഴ്സിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ പോയതാണ്. സെയിം ആസ് ദാറ്റ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. ലാസ്റ്റ് പാര മാത്രം നോക്കാം. ഏർലി സ്റ്റേജ് കമ്പനീസ് ആർ ടിപ്പിക്കലി ഗിവൻ എ സ്മോൾ സീഡ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ആക്സസ് ടു എ ലാർജ് മെന്റർഷിപ്പ് നെറ്റ്വർക്ക് ഇൻ എക്സ്ചേഞ്ച് ഫോർ എ സ്മോൾ എമൗണ്ട് ഓഫ് ഇക്വിറ്റി. ദ മെന്റർ നെറ്റ്വർക്ക് typically composed of startup executives, venture capitalists, industry experts and other outside investors is often the biggest value for prospective companies. ഇല്ലേ, എന്ന് പറഞ്ഞാല്
അവരൊരു സ്മോൾ സീഡ് ഇൻവെസ്റ്റ്മെന്റ്, ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഇട്ടിട്ട് അവര് ചുമ്മാ കമ്പനി 2% ആൾക്കാരെ വിളിച്ചാലും അതിന്റെ അകത്ത് അവർ ഒരു പൈസ വാങ്ങിച്ചിട്ടാണ് അവർ ഇതിനുള്ള ഹെൽപ്പ് ഒക്കെ കൊടുക്കുന്നത്. ഒരു ടിപ്പിക്കൽ എമൗണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ അതിനുള്ള ഒരു എക്സ്ചേഞ്ച് ആയിട്ട് എന്തൊക്കെയാണ് കൊടുക്കുന്നത്, സ്റ്റാർട്ടപ്പ് എക്സിക്യൂട്ടീവ്സ്, ഇങ്ങനത്തെ കുറെ സ്പെഷ്യലിസ്റ്റ് ആൾക്കാരെയും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യും. ഇത് തന്നെയാണ് ഒരു ബിസിനസ് താല്പര്യമുള്ളവർക്ക് ഇതൊരു വലിയ അസറ്റ് ആണ്. നമുക്ക് നോളജ് ഉള്ള ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യാൻ, നമ്മൾ ഐഡിയാസ് ചെയ്യുക, ഇതിനുള്ള ഹെൽപ്പ് തരാൻ പറ്റുന്ന ആൾക്കാരായിട്ട് കോൺടാക്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. സോ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ഈ ആക്സിലേറ്റേഴ്സ് എപ്പോഴും പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഇനി ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് മേ ബി earlier in process and they do not operate in a set schedule. If an accelerator is greenhouse for young plants to get the optimal condition to grow, an incubator matches quality seeds with the best soil for sprouting and growth. കണ്ടോ, ആ ഒരു നല്ല സീഡുകളെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഉള്ള സീഡിനെ നമ്മൾ വൃത്തിയാക്കാൻ ഏറ്റവും ക്വാളിറ്റി ബെസ്റ്റ് ആക്കുക, അതിനുവേണ്ടിയാണ് നമ്മൾ ഇൻക്യുബേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. While there are some independent incubators, they can also be sponsored or run by VC firms, that is virtual capital firms, angel investors, government entities, major corporations among others. ഇങ്ങനെ ഇൻക്യുബേറ്റേഴ്സ് നമുക്ക് പല ആൾക്കാർക്കും നടത്താം. ഞാൻ പറഞ്ഞു, യൂണിവേഴ്സിറ്റീസ് കാണും, ഗവൺമെന്റ് കാണും, പ്രൈവറ്റ് ഫേംസ് കാണും, ഇങ്ങനെ പലർക്കും അത് നടത്താം. അങ്ങനെ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് കാണും, ഇങ്ങനെ പലരും അതിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. Some incubators have an application process, but others only work with companies and ideas that they come in contact with through trusted partners. ചിലർ മാത്രമേ പുറത്തുനിന്നുള്ള ഒരു ആപ്ലിക്കേഷൻ എടുക്കുക, അതിൻ്റെ അകത്തു നിന്ന് നമ്മളെ സെലക്ട് ചെയ്യുക, അങ്ങനെയൊക്കെ മിക്കവരും ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ ഇൻസൈഡ് ഒരു നെറ്റ്വർക്കിന്റെ അകത്തുള്ള ഐഡിയ ഉണ്ടെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയായിരിക്കും നമുക്കാറും ഇൻക്യുബേറ്റർ, പ്രൈവറ്റ് ഫേംസ് ഒക്കെ ഇങ്ങനെ ഇൻക്യുബേറ്റേഴ്സിലോട്ട് പോകുന്നത്. എ ഗുഡ് എക്സാമ്പിൾ ഓഫ് ഇൻക്യുബേറ്റർ ഈസ് ഐഡിയ ലാബ്. ഐഡിയ ലാബ് ആണ് ഇൻക്യുബേറ്ററിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. Depending on the sponsoring party, an incubator can be focused on a specific market or vertical. For example, an incubator sponsored by hospital may only be looking for health technology. ആരാ സ്പോൺസർ ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും നമ്മൾ ആ ഒരു ഇൻക്യുബേറ്റിംഗ് സെന്ററിന്റെ ഐഡിയാസ് എന്ന് പറയുന്നത്. ഇൻ മോസ്റ്റ് കേസസ് സ്റ്റാർട്ടപ്സ് അക്സെപ്റ്റഡ് ഇൻ ടു ഇൻക്യുബേറ്റർ പ്രോഗ്രാംസ് റീലൊക്കേറ്റ് ടു എ സ്പെസിഫിക് ജിയോഗ്രഫിക് ഏരിയ ടു വർക്ക് വിത്ത് അതർ കമ്പനീസ് ഇൻ ദ ഇൻക്യുബേറ്റർ. ഇല്ല, നമുക്ക് സിലിക്കൺ വാലിയിൽ കിട്ടി പോകുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാ സംഭവം. വെച്ചാൽ അവിടെ ഉള്ള ടെക്നിക്കൽ നോഹൌവിന്റെ കൂടെ വെൽക്കം ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ അവരങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ജിയോഗ്രഫിക്കൽ ഏരിയയിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ആ ഒരു കമ്പനീന്റെ കൂടെ ഇരുന്ന് വിത്ത് റിഫൈൻഡ് ഇറ്റ്സ് ഐഡിയ, ബിൽഡ് ഓൺ ഇറ്റ്സ് ബിസിനസ് പ്ലാൻ, വർക്ക് ഓൺ പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ്, ഇങ്ങനത്തെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇഷ്യൂസ് ഇതെല്ലാം അവിടെ ഇരുന്ന് അവരങ്ങ് ചെയ്യും. എ ടിപ്പിക്കൽ ഇൻക്യുബേറ്റർ ഹാസ് ഷെയർഡ് സ്പേസ് ഇൻ എ കോവർക്കിംഗ് എൻവയോൺമെന്റ്, month to month lease program, additional mentoring and some connection to the local community. എന്നുവെച്ചാൽ നമുക്കൊരു കോവർക്കിംഗ് സ്പേസ് ആയിരിക്കും, ഒരു കമ്പനി മാത്രമായിരിക്കില്ല അവിടെ. നമ്മളൊരു റിസർച്ച് സ്പേസ് കണക്ക്, ഓരോ ക്യൂബിക്കൽസ് കണക്ക് ഓരോരുത്തരും ഓരോ പ്രോഡക്റ്റിനെ കുറിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ഓക്കെ, കോവർക്കിംഗ് ഇസ് എ ബിഗ് പാർട്ട് ഓഫ് ഇൻക്യുബേറ്റർ എക്സ്പീരിയൻസ് ആൻഡ് ഹാസ് സ്പ്ലിറ്റ് ഓഫ് ഇറ്റ്സ് ഓൺ സെപ്പറേറ്റ് ബിസിനസ് ഓഫറിംഗ് അറൌണ്ട് കൺട്രി വിത്ത് കോവർക്കിംഗ് സ്പേസ് ചാർജിംഗ് റെന്റ് ഫോർ ആക്സസ് ടു യൂട്ടിലിറ്റീസ്. അവർക്ക് ആവശ്യമുള്ള യൂട്ടിലിറ്റീസ്, ലാബ് വേണമെങ്കിൽ ലാബ് വേണോ, കമ്പ്യൂട്ടർ വേണോ, ടെക്നോളജി വേണമെങ്കിൽ അങ്ങനെ വേണോ, അല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബേസിക് സെറ്റപ്സ് ആണെങ്കിൽ അങ്ങനെ വേണോ, ഇതൊക്കെ അവരവിടെ പ്രൊവൈഡ് ചെയ്യും. കുറച്ച് പൈസ എന്തായാലും റെന്റ് ആയിട്ട് അവർ വാങ്ങിക്കും. സം ആക്സിലറേറ്റേഴ്സ് ഓഫർ എ കോവർക്കിംഗ് സ്പേസ് ബട്ട് മോസ്റ്റ് പ്രൊവൈഡ് കമ്പനീസ് വിത്ത് പ്രൈവറ്റ് ഓഫീസ് സ്പേസ് ഓർ ലെറ്റ് ദം ഫൈൻഡ് ഇറ്റ് ദെയർ ഓൺ. ആക്സിലറേറ്റർ ആണെങ്കിൽ മിക്കവാറും ഒരു സ്പേസ് അവർക്ക് കമ്പനിയുടെ തന്നെ ഒരു സ്പേസ് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് സ്പേസ് എടുക്കാനുള്ള ഒരു ചാൻസ് കൊടുക്കുകയോ ചെയ്യും. ആക്സിലറേറ്റർ കുറച്ചും കൂടെ മുന്നേറ്റുള്ളത് അവരെ ഡെവലപ്പ് ചെയ്യിച്ചെടുക്കാൻ വേണ്ടിയുള്ള ടീമായിരിക്കും. ഇൻക്യുബേറ്റേഴ്സ് നമ്മൾ ഐഡിയ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയെ കാണത്തുള്ളൂ. Some incubators select candidates through an application process, while others only work with companies or entrepreneurs passed along within the network. നമ്മൾ നേരത്തെ പറഞ്ഞു, some incubators are focused on specific verticals. ചിലർക്ക് മാത്രം ഞാൻ പറഞ്ഞു only based on the type of investors ആയിരിക്കാം. ഞാൻ പറഞ്ഞു ഹെൽത്തിന്റെ ആൾക്കാരാണ് ചെയ്യുന്നതെങ്കിൽ അവര് ഒരു ഹോസ്പിറ്റലിന്റെ ഇൻക്യുബേറ്റർ ആണെങ്കിൽ മിക്കവാറും ഹോസ്പിറ്റൽ ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും. ഇതിലൊരു എക്സാമ്പിൾ പറഞ്ഞു, മൊണാർക്ക് ഇൻക്യുബേറ്റർ ദാറ്റ് സപ്പോർട്ട് ഫീമെയിൽ ലെഡ് സ്റ്റാർട്ടപ്സ്. അതിനാണ് മൊണാർക്ക് ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇൻക്യുബേറ്റേഴ്സ് ഓൾസോ ടെൻഡ് ടു ഫോക്കസ് ഓൺ ബിസിനസ് ഓർ ഓൺടർപ്രണേഴ്സ് ഫ്രം എ സർട്ടൻ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ, ഓരോ ലൊക്കേഷൻ അനുസരിച്ച്, ഓർ റിക്വയർഡ് പാർട്ടിസിപ്പന്റ് ടു റീലൊക്കേറ്റ് ടു എ കോവർക്കിംഗ് സ്പേസ് ഓർ ലോക്കൽ കമ്മ്യൂണിറ്റി ഫോർ ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം.
നമ്മളൊരു ജോഗ്രഫിക് ലൊക്കേഷനിലോട്ടായിരിക്കും നമ്മൾ അവരെ പിടിച്ചു നിർത്തുന്നത്. Participants spends their time at the incubator networking with other entrepreneurs, fleshing out their ideas, determine product market fit, creating business plan. Intellectual property issues are vetted and dealt in the stage as well. The incubator process usually lasts a few months but is often open-ended and ends within a pitch or demo day where the entrepreneur presents their business idea to incubator community or investors. നമ്മൾ ഒരു 4-5 മാസം കഴിയാൻ നേരത്ത് ഇതിന്റെ ഒരു ബേസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഡെമോ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ അതിന് ഇൻവെസ്റ്റേഴ്സിന്റെ പ്രോഡക്റ്റ് പ്രസന്റ് ചെയ്യണം. ഇതാണ് ഒരു ഇൻക്യുബേറ്ററിന്റെ പീരീഡ് എന്ന് പറയുന്നത്. തിങ്സ് ടു കൺസിഡർ വെൻ ടു ജോയിനിങ് ആൻ ഇൻക്യുബേറ്റർ. ഡു ദേ ഹാവ് ദ റൈറ്റ് മെന്റേഴ്സ്? ഒരു ഇൻക്യുബേറ്ററിനെ എങ്ങനെ ചൂസ് ചെയ്യണം? മേക്ക് ഷുവർ യുവർ ഇൻക്യുബേറ്റർ ക്യാൻ ഓഫർ സ്പെസിഫിക് എക്സ്പീരിയൻസ് ഗൈഡൻസ് ഫോർ ദ ബിസിനസ് ഓർ ഐഡിയ. ചുമ്മാ ഒരു ബിസിനസ് എനിക്ക് ചെന്ന് ഷെയർ കയറരുത്. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പെഷ്യാലിറ്റി ഉള്ള സ്പെഷ്യലിസ്റ്റ് ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. ഇതേ ഐഡിയയിൽ തന്നെ വർക്ക് ചെയ്യുന്ന അതർ ഓൺടർപ്രണേഴ്സ് ഉണ്ട്, നമുക്ക് ചെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും selection ഉള്ള അതുണ്ടോ എന്ന് നോക്കണം. The last thing you need is someone advise you on your shipping business ideas who spent last 30 years mentoring your young us. നമുക്ക് ഒരിക്കലും വേറൊരു കാറ്റഗറിയിൽ എക്സ്പേർട്ട് ആയ ഒരാള് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. അതുകൊണ്ട് we have to understand whether we are having the right mentor at the place we are joining. Do you need funding now? If you're looking for a capital to grow your business, an accelerator might be the better fit. ഒരു നമ്മൾ പൈസയാണ് നമുക്ക് വെച്ചാൽ നമ്മുടെ ബിസിനസ് ഓൾറെഡി ആയി കഴിഞ്ഞു, നമുക്ക് പൈസ ഗ്രോത്തിനുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളെപ്പോഴും എന്താ വേണ്ട, ആക്സിലറേറ്ററിനെ വേണം നോക്കേണ്ടത്. ഇൻക്യുബേറ്റേഴ്സ് ഫോക്കസ് ഓൺ പ്രിപ്പയറിംഗ് ഓൺടർപ്രണർ ഓർ ഫൗണ്ടർ വിത്തിൻ ദ ബിസിനസ് മോഡൽ and mentorship necessary to confidently pitch their finished business plan to investors. So incubators എന്ന് പറഞ്ഞാൽ അവർ ബേസിക്കലി ബിസിനസ് മോഡൽ പ്ലാൻ, മെന്ററിങ്, അവരെ ഫിനിഷ് പ്രോഡക്റ്റിനെ പിച്ച് ചെയ്യുക, ഇൻവെസ്റ്റ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുക, ഇങ്ങനെയൊക്കെ വേണ്ടിയായിരിക്കും നമ്മൾ കൂടുതലും ഈ ഇൻക്യുബേറ്റേഴ്സ് ഉപയോഗിക്കുന്നെങ്കിൽ ആക്സിലറേറ്റർ എന്ന് പറഞ്ഞാൽ അവരെ ഫുൾ രീതിയിൽ ഗ്രോ ചെയ്ത് സപ്പോർട്ട്, ഫുൾ രീതിയിലുള്ള വളവും വെള്ളവും ആവശ്യമുള്ള പോഷകങ്ങളെല്ലാം കൊടുത്ത് വളർന്നിരിക്കുന്നതിനെ തഴച്ചു വളർത്താൻ വേണ്ടിയായിരിക്കും നമ്മൾ ആക്സിലറേറ്റർ. അപ്പൊ ഇതിൽ ഏത് വേണം എന്നുള്ളത് വി ഷുഡ് ഓൾവേസ് തിങ്ക്. ഇനി നമുക്ക് types of incubators എന്തൊക്കെയാന്ന് നോക്കാം. There are a number of business incubators that are focused on particular industry on a particular business model, earning them their own name. First one is virtual business incubators. ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഇന്റർനെറ്റ് റെവല്യൂഷന് ശേഷം നമ്മളൊരു ബിൽഡിംഗ് കൊടുക്കുക എന്ന് പറയുന്നതിന്റെ അകത്ത് കൂടുതൽ ഐ മീൻ ഒരു സ്ഥലം പ്രൊവൈഡ് ചെയ്ത് അതിന്റെ അകത്ത് നിന്ന് എല്ലാവരെയും ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നതിന്റെ ഒരു വെർച്വൽ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് കൂടുതലായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, സോ that is the entrepreneurs or the new startups can find their own place and they can get all the good experts from this virtual business incubators. അവരുടെ എല്ലാ ടൈപ്പിലുള്ള സപ്പോർട്ടും വെർച്വൽ ഇൻക്യുബേറ്റേഴ്സിന് കിട്ടും. whereas they will be having their own, maybe അവരുടെ ഒരു കാർ ഷെഡ് ഇരുന്ന് തന്നെ അവർക്ക് വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോഴത്തേക്ക് ഇവർക്കുള്ള സഹായങ്ങൾ മുഴുവൻ ഈ വെർച്വൽ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് കൊടുക്കുന്നതായിരിക്കും. അത് തന്നെ ഇതിലിങ്ങനെ എഴുതിയിരിക്കുന്നത്. യു ക്യാൻ ജസ്റ്റ് റീഡ് ത്രൂ. So medical incubators എന്ന് പറഞ്ഞാൽ focused on medical devices and biometrics. Entrepreneurs ഇവരെല്ലാം മെഡിക്കൽ ടെക്നോളജീനെ വളർത്താൻ വേണ്ടിയായിരിക്കും മെഡിക്കൽ ഇൻക്യുബേറ്റേഴ്സ്. കിച്ചൺ ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് സ്പെഷ്യാലിറ്റി ഫുഡ്സ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് അവർക്ക് അതിനുള്ള പ്രൊവിഷൻസ്, അതിനുള്ള സെറ്റപ്സ് വേണം, ഇക്വിപ്മെന്റ്സ് വേണം. അതിനൊക്കെ ഉള്ളതിന് അവർക്ക് ഒരു പ്രോഡക്റ്റ് ഇറങ്ങുന്നതിന് അവരുടെ മാക്സിമം എക്സ്പെൻസസ് ആവും ഇല്ലേ. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയുള്ള ഒരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കും. Okay, they have and on based on some daily, hourly or monthly rental system. അതിനുശേഷം and also they help for marketing, packaging, കാര്യങ്ങൾക്കും അവർ help in. This is kitchen incubators. Next is seed accelerator. This is a business കണ്ടോ, ഇൻക്യുബേറ്റർ മാറി ആക്സിലറേറ്റർ ആണ്. നമ്മൾ ഇതിന് മാറിയും തിരിച്ചും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. This is a business incubator focused on early startups. Seed accelerators, also known as startup accelerators, are fixed term coherent based programs that include mentorship and educational components and culminate in a public pitch event or demo days. എന്നാൽ അവരുടെ ആക്സിലറേറ്റ് ചെയ്യാൻ ഞാനിവിടെ പ്രത്യേകം നമ്മൾ ഇതൊക്കെ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. that they accelerate the startup in cohort based program and education component. ഇങ്ങനത്തെ എല്ലാ പ്രൊവിഷൻ ചെയ്യും എന്ന് വരെ അവരുടെ ആ ഒരു പ്രോഡക്റ്റ് ഡെമോ പിച്ച് വരുന്നത് വരെ. And while traditional business incubators കണ്ടോ, they focus on biotech, ഫിൻടെക്, മെഡ്ടെക് എന്നുള്ളതാണെങ്കിൽ നമുക്ക് ഈ ഒരു
clean tech product centric companies ആണെങ്കിൽ accelerators can be either privately or publicly funded and focus on wide range of industries. Unlike business incubators, application process for seed accelerator is open to anyone but highly competitive. ഇല്ല, നമ്മൾ നേരത്തെ 2% ആൾക്കാർക്ക് മാത്രമേ ആക്സലറേറ്ററിൽ കിട്ടത്തുള്ളൂ. ഇൻക്യുബേറ്റേഴ്സ് നമുക്ക് ഇതിന്റെ കൂട്ടം കൂടുതൽ ആൾക്കാർക്ക് അവര് incubation help ചെയ്യും. There are specific types of seed accelerators such as corporate accelerator, which are often subsidiaries or programs of large corporations that act like seed accelerators. മിക്കവാറും ഇതിന്റെ വേറൊരു രീതിയാണ് ഈ കോർപ്പറേറ്റ് ആക്സിലറേറ്റർ എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് ആക്സിലറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു കോർപ്പറേറ്റിന്റെ അകത്ത് തരാൻ പറ്റുന്ന ഒരു പുതിയൊരു പ്രോഡക്റ്റിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇറ്റ്സ് ആക്ട് ആസ് എ സീഡ് ആക്സിലറേറ്റർ. ഇതാണ് എന്റെ ഒരു ഡിഫറൻസ്. അടുത്തത് കോർപ്പറേറ്റ് ആക്സിലറേറ്റർ. നമ്മൾ ആ സീഡ് ആക്സിലറേറ്ററിനെ പോലെ തന്നെയാണ് ഈ കോർപ്പറേറ്റ് ആക്സിലറേറ്റർ, ബട്ട് ഓൺലി ഡിഫറൻസ് ഈസ് ഇറ്റ്സ് എ പ്രോഗ്രാം ഓഫ് എ ലാർജർ കമ്പനി. എ കോർപ്പറേറ്റ് ആക്സിലറേറ്റർ is a specific form of seed accelerator which is sponsored by a established for-profit corporate. Similar to seed accelerator, they support early-stage startup companies through mentorship and often capital and office space. Regular programs, though corporate accelerators derive their objective from the sponsoring organization. These objectives can include the wish to stay close to emerging trends to establish a funnel for corporate venture capital investment. വേറൊന്നുമല്ല, അവരുടെ ഒരു കമ്പനി പ്രോഫിറ്റിന് വേണ്ടി മാത്രം ഒരു പുതിയ പ്രോഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, അതിനെ ഈ കോർപ്പറേറ്റ് ആക്സിലറേറ്റർ എന്ന് പറയുന്നത്. അതിന്റെ സോ ദാറ്റ് അത് പുതിയ ട്രെൻഡി ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ഇതിനു വേണ്ടിയാണ് നമ്മൾ കോർപ്പറേറ്റ് ആക്സിലറേറ്റർ. കോർപ്പറേറ്റ് ആക്സിലറേറ്റർ ഡിഫർ ഫ്രം ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് വിച്ച് യൂഷ്വലി ഹാവ് എ കണ്ടിന്യൂസ് ഇൻടേക്ക് ഡ്യൂ ടു ദർ ഫിക്സഡ് ടേം, cohort based or organization, and are distinct to corporate venture capital which is direct target and in targeted investment. എന്നുവെച്ചാൽ കോർപ്പറേറ്റ് ആക്സിലറേറ്റർ ബിസിനസ് ഇൻക്യുബേറ്ററുമായിട്ട് എങ്ങനെയാണ് ഡിഫറൻസ്? ഇതിപ്പോ നമ്മൾ ഒരു പ്രോഡക്റ്റിനെ സപ്പോർട്ട് ചെയ്തത് ആ ഒരു പ്രോഡക്റ്റിന് പ്രോഫിറ്റ് ഉണ്ടാകും, നമ്മൾക്കത് ഭാവിയിൽ ഉപയോഗം വരും എന്നുള്ള ചിന്തയിലായി കോർപ്പറേറ്റ് ആക്സിലറേറ്റേഴ്സ് വരുന്നത്. ആ ഒരു പ്രോഡക്റ്റ് ആയിക്കഴിഞ്ഞാൽ, അത് ബിസിനസ് ആയിക്കഴിഞ്ഞാൽ അവർ അവരുടെ ചിന്ത നിർത്തും. ബട്ട് ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ കണ്ടിന്യൂസ്ലി അടുത്തടുത്ത പ്രോഗ്രാംസ് കണ്ടിന്യൂ ചെയ്യുന്ന. അതുപോലെ തന്നെയാണ് കോർപ്പറേറ്റ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അത് വെറും ഇൻവെസ്റ്റ്മെന്റ് ആണ്. ദാറ്റ് ഇസ് നോട്ട് കോർപ്പറേറ്റ് ആക്സിലറേറ്റർ. കോർപ്പറേറ്റ് വെഞ്ചർ ക്യാപിറ്റൽ ഡിഫറെന്റ് ആണ് and corporate accelerator also are different. Next is Startup Studio. This is a business incubator with interacting portfolio company. Startup Studio, also known as Startup Factory or a Startup Foundry or a Venture Builder, is a studio-like company that aims at building several companies in succession. This style of business building is referred to as parallel entrepreneurship. ഇത് വേറൊന്നുമല്ല, ഇൻക്യുബേറ്ററിന്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൽ കുറെ ഐഡിയാസിനെ ഇവര് ഡെവലപ്പ് ചെയ്തെടുക്കും ഒരേ സമയത്ത്. അതിന് പാരലൽ ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് പല കമ്പനീസും ഇതിന് ഒരു പോർട്ട്ഫോളിയോ ഓഫ് കമ്പനീസ് തന്നെ കാണും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഓരോ കമ്പനീസിന് ആവശ്യമുള്ള രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് വെച്ചാൽ അവരെ കാറ്റഗറൈസ് ചെയ്തിട്ട് ആ ഒരു രീതിയിലുള്ള പ്രോഡക്റ്റ് ഡെവലപ്പ് ഡിഫറെന്റ് കമ്പനീസിന് അവർ ഒരേ ലെവലിൽ ഡെവലപ്പ് ചെയ്തെടുക്കും. ഐഡിയ ലാബ് ആണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് was one of the first to introduce the incubator industry and started 75 companies. It was founded to test many ideas at once and turn the best of them into companies while also attract human and financial capital necessary to bring them to market. പാരലൽ ആയിട്ട് ഇഷ്ടംപോലെ കമ്പനീസിന് ഐഡിയനെ ഡെവലപ്പ് ചെയ്ത് കമ്പനീസ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴാണ് അതിന് സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. ദ സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോ ട്രെൻഡ് റിയലി ബിഗൻ ഇൻ 2008. ബെറ്റാ വർക്ക്സ് ആണ് അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ. There are over 65 startup studios. 17 have built since 2013. പാരലൽ ആയിട്ട് ഇഷ്ടമാതിരി കമ്പനീനെ ഒരേപോലെ ഡെവലപ്പ് ചെയ്തെടുക്കുക, അതിനെ ഈ സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോസ് എന്ന് പറയുന്നത്. These are similar to startup studio but builds companies internally. വെഞ്ചർ ബിൽഡിംഗ് എന്ന് പറയുന്നിടത്ത് മറ്റേത് പുറത്തുനിന്ന് ആപ്ലിക്കേഷൻ വിളിക്കുമെങ്കിലും വെഞ്ചർ ബിൽഡിംഗ് വെച്ചാൽ അവർ പുറത്തുനിന്നൊന്നും ആരെയും വിളിക്കത്തില്ല, അവരുടെ ഉള്ളിലുള്ള നെറ്റ്വർക്കിൽ നിന്നുകൊണ്ട് തന്നെ അവർ സ്റ്റാർട്ടപ്സിനെ ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. They are organized that build companies using their own ideas and resources. Unlike incubators and accelerator, venture builder do not take any applications or nor do they run any sort of competitive program. Instead, they pull business ideas from within their own network or resources and assign internal team to develop them, such as engineer, advisor, business developers. അങ്ങനെ ഐഡിയ ഉള്ളിൽ നിന്ന് തന്നെ എടുക്കത്തുള്ളൂ. Venture builders develop many systems, models or projects at once and then build separate companies around most promising ones by assigning operational resources and capital to those portfolio companies. അവരും ഇതേപോലെ ഈ നേരത്തെ പറഞ്ഞ നമ്മള്
സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോന്റെ ഒരു വേറൊരു മോഡലാണ് ഈ വെഞ്ചർ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇവര് ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഐഡിയ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ തന്നെ റിസോഴ്സ് വെച്ച് ഡെവലപ്പ്, അവരുടെ ചുറ്റും തന്നെ അവർ കുറെ കമ്പനീസ് അങ്ങ് ഡെവലപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കും പാരലൽ ആയിട്ട്. സോ ദാറ്റ് അവർക്ക് അതിൻ്റെ അകത്തുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഫുൾ ഫ്ലെഡ്ജിലെ ബിസിനസ് പോവാൻ. ഇൻ ഇറ്റ്സ് മോസ്റ്റ് ബേസിക് ഫോം, വെഞ്ചർ ബിൽഡിംഗ് കമ്പനീസ് ഇസ് എ ഹോൾഡിംഗ് കമ്പനി ദാറ്റ് ഓൺസ് ഇക്വിറ്റി ഇൻ വേരിയസ് കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ഇറ്റ് ഹെൽപ് ക്രിയേറ്റഡ്. എല്ലാവർക്കും അതിന്റെ ഒരു ഇക്വിറ്റി, അതിന്റെ ഒരു ഷെയറും അതിന്റെ അകത്ത് കാണും. The most successful venture builders are, however, much more operational and hands-on than holding companies. They raise capital, staff resource, host internal coding session, design business model, work with legal team, build minimum viable products, hire business development managers, run very effective marketing campaign during their ventures pre and post launch phases. Complete activities ഇവർ വെഞ്ചർ ബിൽഡേഴ്സ് തന്നെ ആയിരിക്കും നോക്കി ചെയ്യുന്നത്. അവർ ആ ബിൽഡിംഗ് കമ്പനീസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്തുള്ള ഐഡിയന്റെ ഡെവലപ്പ് ചെയ്യുക, അതിനാവശ്യമുള്ള എക്സ്പെർട്ടൈസ് കൊടുക്കുക, എല്ലാം ഇവർ തന്നെ നോക്കും. So these are all only for these business incubators. Hope you have understood these things. Okay, thank you so much.